ആരിഫ് ഹുസൈൻ പെട്ടെന്ന് ഒരു ചെറിയ കാര്യം. അല്ല, ഇവിടെ ഇദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ കച്ചവട ചരക്കാക്കുന്നതിലും അതല്ലെങ്കിൽ അവരുടെ സംവാദം വെക്കും ഇസ്ലാമിനെ കുറിച്ച്. ഞാൻ തയ്യാറാണ്. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് ചോദ്യമാണ് എനിക്ക് ബാണിനോട് ചോദിക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അങ്ങനെ അവരുടെ എന്നാലും ഞാൻ ചോദിച്ചു വെക്കാണ്. അദ്ദേഹം ഇനിയിപ്പോ വീട്ടിൽ പോയി ആലോചിച്ച് റെഫർ ചെയ്ത് പറഞ്ഞാൽ മതി. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്ന, അദ്ദേഹം പറഞ്ഞതിന്റെ രത്നചുരുക്കാണ് ഞാൻ പറയുന്നത്, സെക്ഷലൈസ് ചെയ്യുന്നില്ല ഇസ്ലാം, അതിനെതിരാണ് ഇസ്ലാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്റെ ചോദ്യം, ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം സ്വർഗത്തിൽ അവിടെ കൊടുക്കുന്ന ഹൂറികൾ അവരുടെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ബീപ്പിടണമെങ്കിൽ ബീപ്പിട്ടോളൂ, സൗകര്യം പോലെ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, സ്വർഗത്തിൽ കൊടുക്കപ്പെടും എന്ന് പറയുന്ന 72 ഹൂറിമാരുള്ളതിൽ അവരുടെ എങ്ങനെ ഇരിക്കുമെന്നാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഇസ്ലാമിക ഇതുപോലുള്ള സംഭവമൊക്കെ വെക്കുന്ന പേരിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാഥമിക അംഗത്വം എടുത്തുകൊണ്ട് അതിലൂടെ ഉയർന്നു വന്ന് അതിന്റെ നാഷണൽ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആയി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രധാനമന്ത്രിയാകാനുള്ള വഴി മുസ്ലിം ലീഗിലുണ്ടോ ഇല്ലേ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. രണ്ട് ചോദ്യങ്ങൾ അതാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ഒന്ന് പറഞ്ഞാണുള്ളൂ. ഓക്കെ, അത് മനസ്സിൽ കുറിച്ച് ഇപ്പൊ വേണ്ട